ഒരു പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ, നിശ്ചലാനന്ദ സരസ്വതി മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ആ, ഉത്തരാഖണ്ഡ് 4 ശങ്കരാചാര്യ സ്വാമികൾ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കും തള്ളിക്കളയാൻ കഴിയാത്തതാണ്. ഇത് എത്ര കണ്ട് ദേശീയ തലത്തിൽ മാധ്യമങ്ങളിൽ വരും എന്നെനിക്കറിയില്ല. കാരണം വളരെ ഖണ്ഡിതവും വളരെ കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള നിലപാടുകളാണല്ലോ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് എന്ന് കൃത്യമായി രാഷ്ട്രീയമായി അതിനെ വിശകലനം ചെയ്യുകയാണ് ശങ്കരാചാര്യ സ്വാമികൾ. രണ്ടാമത്തേത്, രാമഭക്തരെയും ശൈവഭക്തരെയും വേർതിരിക്കാൻ നോക്കുന്നു. ഇത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിഷ്ഠാകർമ്മം നടത്തുന്നു? പ്രധാനമന്ത്രി അല്ലല്ലോ പ്രതിഷ്ഠാകർമ്മം നടത്തേണ്ടതെന്ന് വെച്ചാൽ സന്യാസ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കൃത്യമായി കണക്ട് ചെയ്യാൻ ശങ്കരാചാര്യ സ്വാമികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദു സനാതന സംവിധാനങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്നു. പിന്നീട് VHP, RSS, BJP എന്നീ സംവിധാനങ്ങൾ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സംഘാടനം ഉണ്ടല്ലോ, ആ സംഘാടനത്തെയും ശങ്കരാചാര്യ സ്വാമികൾ എതിർക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി സഹായകരമായി എന്നാണ് കരുതേണ്ടത്. നിലവിൽ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനമാണ് എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വെളിച്ചമായി നമുക്ക് കോൺഗ്രസിൻ്റെ ഈ തീരുമാനത്തെ കാണാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കൂ, ഈ ആട്ട ദാൽ വിലയാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം പ്രധാന അജണ്ടയാക്കി കൊണ്ടുവരികയാണ്. അതൊന്നും ഒരു തരത്തിലും ഫലിക്കില്ല ഈ നാട്ടിൽ എന്നൊന്നും വിചാരിക്കാൻ വയ്യ. 2002 മുതൽ നരേന്ദ്രമോദി എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട അദ്ദേഹത്തിന് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2022 2001 അദ്ദേഹം കച്ച് ഭൂകമ്പത്തെ തുടർന്ന് കേശുഭായ് പട്ടേലിനെ മാറ്റി മുഖ്യമന്ത്രി ആയപ്പോൾ അവിടെ ആൻറ്റി ഇൻകംബൻസി അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഗോദ്ര സംഭവം ഉണ്ടായിട്ടുള്ളത്. 2002 വർഗീയ കലാപത്തിൻ്റെ മൂർധന്യത്തിലാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് അവിടെ സംഘടിപ്പിക്കുന്നത്. പിന്നീട് 2007 എന്ത് സംഭവിച്ചു, 2012 എന്ത് സംഭവിച്ചു, 2014 എന്ത് സംഭവിച്ചു, 2019 എന്ത് സംഭവിച്ചു, പുൽവാമ, ബാലക്കോട്ട് എന്ന് നമ്മൾ കണ്ടാണ്. 2024 BJPയുടെ നരേന്ദ്രമോദിയുടെ അജണ്ട തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണം എന്ന കാര്യത്തിൽ തർക്കമില്ല. നോക്കൂ, സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആട്ടാദാലിൻ്റെ കാര്യമാണ്, അവൻ്റെ ഉപ്പിൻ്റെ കാര്യമാണ്, അവൻ്റെ പാചകവാതകത്തിൻ്റെ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. കാരണം അതൊക്കെ ചോദിച്ചാൽ നരേന്ദ്രമോദി അവിടെ അധികാരത്തിലുണ്ടാകില്ല എന്ന് നമുക്കറിയാം. കാരണം എന്തായിരുന്നു ആട്ടയുടെയും ദാലിൻ്റെയും വില, എന്തായിരുന്നു പാചകവാതകത്തിൻ്റെ വില, എന്തായിരുന്നു അവൻ ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില, ആ വിലയൊക്കെ തന്നെയും 50 രൂപയിൽ എത്തിക്കുമെന്ന് പറഞ്ഞവർ അതിനെ 100 കടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമക്ഷേത്ര നിർമ്മാണം കൊണ്ടുവന്നിട്ടുള്ളത്. ആ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രതിഷ്ഠ നോക്കൂ, ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്ന നിലയിലാണ് ഈ ഹിന്ദി സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി സ്വയം പ്രതിഷ്ഠിക്കുന്നത്. അവിടെ പ്രതിഷ്ഠാകർമ്മത്തിന് വേറൊരു കാഷായ വസ്ത്രധാരിയെ കൊണ്ടുവരാൻ നരേന്ദ്രമോദിയും തയ്യാറല്ല. ആ നിലയിൽ ഒരു ഹിന്ദു സാമ്രാജ്യം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നേരെ പോയി ഈ നിലയിൽ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. അവിടെയാണ് ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇതിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്നു എന്ന്. അപ്പോഴാണ് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് രാമാനന്ദ സെക്ടറാണ്, സന്യാസികൾക്കല്ല, ശൈവശക്ത വിഭാഗങ്ങൾക്കല്ല. ചമ്പത്രായി അങ്ങോട്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനൊരു ബദൽ രാഷ്ട്രീയം എടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. കാരണം ഒരുപക്ഷെ ഇനി 2024 അടപടലം തോറ്റു എന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ ഒരു നിലപാടുണ്ട് അവിടെ. ആ നിലപാട് തന്നെയാണ് 2024 അപ്പുറത്തേക്ക് ഇന്ത്യയുണ്ട് എന്നൊരു സാധ്യതയാണ് ഇന്ന് കോൺഗ്രസ് തുറന്നെടുത്തത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുജയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ മറ്റൊരു സന്യാസി വര്യനെ അനുവദിക്കുന്നില്ല എന്ന്. നെപ്പോളിയൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പോപ്പ് തലയിൽ കിരീടമേറ്റെടുക്കാൻ വരുന്ന സമയത്ത്, വയ്ക്കാൻ വരുന്ന സമയത്ത് നെപ്പോളിയൻ പറയുന്നു, ഈ കിരീടധാരണത്തിന് താങ്കളെ ഞങ്ങൾ അനുവദിക്കുന്നില്ല. കാരണം ഈ കിരീടധാരണം താങ്കൾ നിർവഹിച്ചാൽ ഞാൻ താങ്കൾക്ക് കീഴ്പ്പെട്ടു പോകേണ്ടി വരും എന്ന് നെപ്പോളിയൻ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. സുജയ ഭാവ്.
Meet the editors.